കശ്മീരിലുണ്ടായ ഈ ആക്രമണം ഇന്ത്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തിരിച്ചടിക്കണമെന്ന് തന്നെ ആയിരിക്കില്ലേ നിലപാട്? തിരിച്ചടിക്കണം എന്ന തരത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില വിവരങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ്റെ പിന്നിൽ പരോക്ഷമായി പ്രവർത്തിച്ചത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറാണ് എന്ന് പറയുന്നു. അതിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റ് രണ്ട് പേരുകൾ നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ പറയുന്നുണ്ട്. ഒന്ന് സൈഫുള്ള കൗസൂറി പാകിസ്ഥാനിലെ ലഷ്കർ നേതാവാണ്. അയാളെ ഖാലിദ് എന്നും വിളിക്കാറുണ്ട്. അയാൾ റാവൽകോട്ടക്കാരായ രണ്ട് LET ലഷ്കർ ഇ തയ്യബയുടെ കമാൻഡർമാരെയും ഈ ഓപ്പറേഷൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഏജൻസികൾ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് പറയുന്നു അബു മൂസ എന്ന് പറയുന്ന ഒരാളെ ഏപ്രിൽ 18, അതായത് ഇന്നിപ്പോൾ 23, ഏപ്രിൽ 18 റാവൽകോട്ടയിൽ ഈ അബു മൂസ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ ജിഹാദ് ഞങ്ങൾ തുടരും, തോക്കുകൾ കാശ്മീരിൽ ഗർജിക്കും, തലകൾ ഇനിയും അറുക്കും. ഇന്ത്യ പുറത്തു നിന്നുള്ളവർക്ക് താമസിക്കാൻ കാശ്മീരിൽ നോൺ ലോക്കൽസിനെ അനുവദിച്ച് അവിടുത്തെ ജനസംഖ്യ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് സമ്മതിക്കത്തില്ല എന്ന് ഏപ്രിൽ 18 ലഷ്കർ നേതാവായ അബു മൂസ റാവൽകോട്ടിൽ പ്രസംഗിച്ചു. അപ്പോൾ അബു മൂസ, സൈഫുള്ള കൗസൂറി ഇവർ രണ്ടുപേരുമാണ്, ലഷ്കറിൻ്റെ മുതിർന്ന നേതാക്കളായ ഇവർ രണ്ടുപേരുമാണ് ഈ ആക്രമണത്തിൻ്റെ നേരിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അത്യന്തം പ്രകോപനപരമായ പ്രസംഗമാണ് അസിം മുനീർ, പാകിസ്ഥാൻ സൈനിക കരസേനാ മേധാവി, കഴിഞ്ഞ ദിവസം നടത്തിയത്. പാകിസ്ഥാൻ കരസേനാ മേധാവി പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ജുഗുലാർ വെയിനാണ്. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ധമനിയാണ്. അതായത് ജുഗുലാർ വെയിനിൻ്റെ അവിടെ കഴുത്തിന് ചിലപ്പോൾ ഒരു അടി കൊണ്ട ആളുകൾ മരിച്ചു പോകുന്നത് ഈ ജുഗുലാർ വെയിൻ കട്ടായി പോകുന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആ ജുഗുലാർ വെയിനൊരു തടസ്സമുണ്ടായ ആൾ മരിച്ചു പോകും. കാരണം ഹൃദയത്തിൽ നിന്ന് നേരിട്ട് രക്തം കൊണ്ടുപോകുന്ന ധമനിയാണ്. കഴുത്തിലൂടെ തലച്ചോറിലേക്കൊക്കെ ബ്ലഡ് എത്തുന്ന ജുഗുലാർ വെയിൻ വഴിയാണ്. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജുഗുലാർ വെയിനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാശ്മീർ ഇല്ലാതെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അസിം മുനീർ പറഞ്ഞത്. മാത്രമല്ല അസിം മുനീർ പറഞ്ഞു, അത് എന്നും കാശ്മീർ ഞങ്ങളുടേതാണ്, കാശ്മീർ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ലഷ്കറിൻ്റെ നേതാക്കന്മാരുടെ സാന്നിധ്യം, അവരുടെ പ്രസംഗം, പാകിസ്ഥാൻ സൈനിക മേധാവി ആദ്യം ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം, അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി ലഷ്കർ ഭീകരന്മാർക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, കാശ്മീർ ഞങ്ങളുടേതാണ്, കാശ്മീരിൽ ഡെമോഗ്രാഫിയിൽ മാറ്റം വരുത്താൻ, ജനസംഖ്യയിൽ മാറ്റം വരുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ വീണ്ടും ഇടപെടും, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ പ്രതികരിക്കൂ, ഞങ്ങളുടെ ജുഗുലാർ വെയിനാണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ലഷ്കർ ഈ സന്നാഹമൊരുക്കി. ഇതിനും ഒരു മാസം മുമ്പ് ഫെബ്രുവരി മാസത്തിൽ POKയിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ISIയുടെയൊക്കെ മേൽക്കയിൽ മറ്റൊരു യോഗം നടന്നു. ആ യോഗത്തിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തു. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാലമായി ഓർഗനൈസ്ഡായിട്ട് ഇന്ത്യക്ക് നേരെയുള്ള ചില ആക്രമണങ്ങൾ പാകിസ്ഥാൻ പ്ലാൻ ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വല്ലാത്ത കെടുതിയിലാണ്. കെടുതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ബലൂജ് മേഖലയിലുള്ള ആക്രമണങ്ങൾ. പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ നാണം കെട്ടുപോയി. ജാഫർ എക്സ്പ്രസ്, കത്വയിൽ നിന്ന് പെഷവാറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ തട്ടിക്കൊണ്ടുപോയി. ആ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ ആരാണ്? ആർമി അല്ലെങ്കിൽ ISIയുടെ ഓഫീസർമാരായിരുന്നു. അതിൽ വേണ്ട 90ഓളം പേരെ BLAക്കാർ കൊലപ്പെടുത്തി. BLAയുടെ 10-26 പേരും മരിച്ചു. അങ്ങനെ ഒരു തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി, അത് ആർമിയുടെ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കടുത്ത പ്രകടനം BLA ഏൽപ്പിച്ചിരുന്നു. BLAക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് അന്നും ബലൂജ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി. അങ്ങനെ വല്ലാത്ത ഒരു പ്രതിരോധത്തിലായി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ആഭ്യന്തരമായും പാകിസ്ഥാന് വലിയ പ്രശ്നം. പാകിസ്ഥാൻ 3ആയി വിഭജിച്ചു പോകുന്ന തരത്തിലുള്ള കലാപങ്ങൾ, പഷ്തൂൺ മേഖല, ഈ പറയുന്ന ബലൂജ് മേഖല, ബാൾട്ടിക് മേഖല, ഇവിടെയൊക്കെ വലിയ സംഘർഷം, ജനകീയ പ്രക്ഷോഭങ്ങളും സർക്കാരിനെതിരെയുള്ള പ്രതിരോധവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇന്ത്യക്ക് നേരെയുള്ള ഒരാക്രമണം നടത്തും. മാത്രമല്ല പാകിസ്ഥാൻ ആർട്ടിക്കിൾ 370 നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം പാകിസ്ഥാന് കാശ്മീരിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റുന്നില്ല. സൈന്യത്തിന് നേരെ കല്ലേറില്ല. കുട്ടികളൊക്കെല്ലാം സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. പാകിസ്ഥാനിൽ 24 മണിക്കൂറും കാശ്മീരിൽ 24 മണിക്കൂറും ഇപ്പോൾ
വൈദ്യുതിയുണ്ട്, ജനങ്ങൾ സന്തുഷ്ടരാണ്, വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വരുന്നു. 2.9 മില്യൺ ടൂറിസ്റ്റുകളാണ് വന്നത്. അങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് പാകിസ്ഥാൻ്റെ ഈ എതിർപ്പിനെ മറികടന്നും അവരുടെ ഇഷ്ടക്കേടിനെ മറികടന്നും കാശ്മീരിലേക്ക് വലിയ തോതിൽ പണമൊഴുകുകയും അവിടെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം വല്ലാതെ പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പണ്ടത്തെ പോലെ ചെയ്യാൻ ഒരു പേടിയുണ്ട്. കാരണം ഇങ്ങോട്ട് 1 കൊടുത്താൽ 10 കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ആഭ്യന്തരമായി പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ പോലെ 3 രാജ്യങ്ങളായി വരെ വിഭജിച്ചു പോകുന്ന ഒരു സാഹചര്യം നിൽക്കെ പാകിസ്ഥാൻ ഇതെല്ലാം മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അസീം മുനീർ എന്ന് പറയുന്ന ആൾ വെറും ഒരു സൈനികനല്ല, സൈനിക മേധാവിയാണ്. അങ്ങനെ ഒരു സൈനിക മേധാവി ഒരു നിലവിൽ പാകിസ്ഥാനുമായി നേരിട്ടുള്ള ടെൻഷനൊന്നും നമ്മൾ ഇല്ലാതിരിക്കുന്ന കാലത്ത് കാശ്മീരിനെ കുറിച്ച് അഭിപ്രായം പറയും, കാശ്മീർ ഞങ്ങളുടേതാണെന്നും ഞങ്ങൾ അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും നടത്തിയ പ്രതികരണം അനവസരത്തിലായിരുന്നു. അതൊരു അലാമിങ് സിറ്റുവേഷനാണ്. ഇന്ത്യൻ ഗവൺമെൻറ് അത് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പഹൽഗാമിൽ നടന്ന ഈ പറയുന്ന ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ട് എന്നാൽ പോലും മതിയായ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും ഒരു ഭീകരാക്രമണം നടന്നിട്ടില്ലാത്ത മേഖലയാണ്. അതുകൊണ്ട് അവിടെ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. കാരണം അങ്ങോട്ടേക്ക് ഒന്നാമത് വാഹനങ്ങളിൽ വരാൻ പറ്റില്ല. ബൈസറൻ എന്ന് പറഞ്ഞ മേഖലയാണെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളൊന്ന്. അവിടെ ഈ വാഹനങ്ങൾ ഓടത്തില്ല, പുൽമേടുകളാണ്, മഞ്ഞാണ്, പൈൻ മരങ്ങളാണ്. അവിടെ ആളുകളൊക്കെ സ്വൈര്യമായി ഇരിക്കുകയും ഇടയ്ക്ക് ചില സുരക്ഷാ ഗാർഡുകളുണ്ട്. അപ്പോൾ ഒരു സുരക്ഷാ ഗാർഡിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്, ഒരു വെടിശബ്ദം കേട്ടു, പടക്കം പൊട്ടിയതാണെന്ന് കരുതി ഞാനപ്പോൾ അങ്ങോട്ട് ഓടി വന്നു. പിന്നെ വീണ്ടും നോക്കും, ശബ്ദം കേട്ട് നോക്കുമ്പോൾ ചില ആളുകൾ മരിച്ചു കിടപ്പുണ്ട്, ചിലർ വെടികൊണ്ട് കിടന്ന് പിടയുന്നുണ്ട്. എന്നിട്ട് ഈ വളരെ കൂളായി മിലിറ്ററി യൂണിഫോമിലാണ് ഇവർ വന്നത്. മിലിറ്ററി യൂണിഫോമിൽ വരുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ പട്ടാളക്കാരാണെന്ന് കരുതും. അവരെന്നിട്ട് നേരെ അവിടെ നിന്ന് കൂളായിട്ട് നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു സന്നാഹം അല്ലെങ്കിൽ സമയം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ നമ്മുടെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ കമാൻഡോകളും ഒക്കെ ഭടന്മാരൊക്കെ കുതിച്ചെത്തിയെങ്കിലും ഇവർ ആ സമയം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഈ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയുള്ള സമയത്ത് ഇന്ത്യക്ക് നേരെ വന്നൊന്ന് ചൊറിഞ്ഞു എന്നത് മാത്രമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആർമി പറയുന്നത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും അവരുടെ ഈ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ ഇപ്പോൾ സജീവമാണ്. ലോഞ്ച് പാഡ്സും വീണ്ടും റെഡിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഈ അതിർത്തി കടന്നു വന്ന 144 ഭീകരന്മാരെ നമ്മൾ കൊന്നിട്ടുണ്ട്, നമ്മൾ വെടിവെച്ച് കൊന്നു. പക്ഷേ ഇപ്പോഴും അവിടെ വളരെ സജീവമായി അവർ വീണ്ടും പരിശീലന ക്യാമ്പുകൾ ആരംഭിച്ചു. നമ്മൾ ബലാക്കോട്ടിലൊക്കെ നമ്മൾ ആക്രമണം നടത്തി ഇവരുടെ ഈ ട്രെയിനിങ് സെൻറ്ററുകളും ഈ ലോഞ്ച് പാഡുകളും നമ്മൾ തകർത്തിരുന്നു. അതിനുശേഷം നമ്മുടെ 778 കിലോമീറ്ററാണ് ലൈൻ ഓഫ് കൺട്രോൾ LOCയിലുള്ള നിയന്ത്രണ രേഖ. ഈ നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഈ പറഞ്ഞതുപോലെ അവർ ഈ പാകിസ്ഥാൻ ഇവരെ വിളിക്കുന്ന സ്ട്രാറ്റജിക് അസറ്റ്സാണ്, തന്ത്രപ്രധാനമായ മുതലുകൾ. ഏതാണ്? ഈ ഭീകരന്മാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ ലഷ്കറിൻ്റെ ക്യാമ്പുകൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകൾ, UJCയുടെ ക്യാമ്പുകൾ, അൽ ബദറിൻ്റെ ക്യാമ്പുകൾ, ജിഹാദി സെമിനാറുകൾ. ഈയിടെ ജിഹാദി സെമിനാറിൽ ഒരു സ്ഫോടനം ഉണ്ടായി, ഓർക്കുന്നില്ലേ? 2 മാസം മുമ്പ് പാകിസ്ഥാനിൽ ഇപ്പോൾ ജിഹാദികളെ പരിശീലിപ്പിക്കുന്ന സെമിനാരി ഉണ്ട്. അവിടെ ഒരു സ്ഫോടനം നടത്തി കുറേ ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ പിന്നിലും ഇന്ത്യയാണെന്ന് ഇവർ പറഞ്ഞത്. പിന്നെ മദ്രസ നെറ്റ്വർക്ക്, മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഭീകരവാദം, ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ആളുകളെ പരിശീലനം കൊടുക്കുന്ന സെൻറ്ററുകളാണ്. ഇതൊക്കെ വീണ്ടും പാകിസ്ഥാനിലും POKയിലും സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ആർമിയുടെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു റിപ്പോർട്ട് ആർമിയുടെ ഭാഗത്തു നിന്ന് പോകുമ്പോൾ സ്വാഭാവികം അത് അവിടെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എന്ത് നിലപാടെടുക്കേണ്ടി വരും? കാരണം അത് അവിടെ തുടർന്നാൽ ഇന്ത്യക്ക് വീണ്ടും ഭീഷണിയാണ്. അതുകൊണ്ട് ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഭാരത സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ള വളരെ നിർണായകമായ ചോദ്യമാണ്. ട്രംപും പുടിനും എന്തിന് മോദി സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന സൗദി അറേബ്യ ഉൾപ്പെടെ ഈ ഭീകരാക്രമണങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു, ഇന്ത്യക്ക് എന്ത് നടപടിയും എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതൊരു സ്വാഭാവികമായി ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിപ്പോൾ കാശ്മീർ വലിയ തോതിൽ മാറ്റമുണ്ടായി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം, സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷം വലിയ തോതിൽ നമ്മുടെ കേരളം പോലെ മറ്റെല്ലാ സംസ്ഥാനം പോലെ ശാന്തമായി നിൽക്കുന്ന ഒരു മേഖലയാണ് കാശ്മീർ. അവിടെ ഇപ്പോൾ ഇന്നലെ തന്നെ വരുന്ന വാർത്തകൾ ഈ ഭീകരാക്രമണം 1.5 മണിക്കാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ തോതിൽ ആളുകൾ കാശ്മീരിലേക്കുള്ള ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്യുകയാണ്. ആളുകളെല്ലാം ഒരാഴ്ചത്തേക്ക് വന്നവരൊക്കെ ഉടനെ തിരിച്ചു പോകണം
എല്ലാം വെട്ടിച്ചൊരുക്കുന്നു. തിരിച്ചു പോകാനുള്ളവർക്ക് വിമാനം കിട്ടുമോയെന്നറിയില്ല. അങ്ങനെ വല്ലാത്ത ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ കാശ്മീരിലേക്ക് ആര് പോകും? കുറേ കാലത്തെങ്കിലും കാശ്മീരിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ, ആഭ്യന്തരമായും വിദേശ ടൂറിസ്റ്റുകളുടെയും വരവിനെ ഇത് ബാധിക്കാൻ പോവുകയാണ്. വീണ്ടും കാശ്മീർ ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടാൻ പോവുകയാണ്. അതേസമയം അത് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മോദി സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ ഒരു അടിയാണിത്. അതിനെ അതിജീവിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സർക്കാരാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിലും വലിയൊരു സെറ്റ് ബാക്കാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അതും മറികടക്കാൻ കാശ്മീർ വീണ്ടും സുരക്ഷിതമാണ്, കാശ്മീർ അണ്ടർ കൺട്രോൾഡാണ്. കാശ്മീരിൽ ആക്രമണം നടത്തിയ, കാശ്മീരിൽ സാധാരണ ജനങ്ങളെ, ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന ആളുകളെ നമ്മൾ ഉരുക്കുമുഷ്ടി കൊണ്ട് കൈകാര്യം ചെയ്യുമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ കാശ്മീർ പഴയ ഇരുണ്ട കാലത്തേക്ക് പോകും. അതുകൊണ്ട് ഏറ്റവും കടുത്തൊരു നടപടി ഏറ്റവും ഉചിതമായ അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചടി ഉറപ്പാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാനും മനസ്സിലാക്കിയതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ അതിർത്തിയിലുള്ള ഈ പറഞ്ഞ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, ലോഞ്ച് പാഡുകളൊക്കെ ഇന്ത്യ ആക്രമിച്ചേക്കും. കാരണം ബാലാക്കോട്ട് പാകിസ്ഥാൻ്റെ മുന്നിലുണ്ട്. ഇതറിയാവുന്ന പാകിസ്ഥാൻ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം വരുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിലെ പോലെയല്ല, ഇന്ത്യയിൽ അടിക്ക് തിരിച്ചടി ഉറപ്പായും കൊടുക്കുന്ന ഒരു സർക്കാരാണെന്ന് പാകിസ്ഥാൻ എന്നായിട്ടറിയാം. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കാൻ അതിർത്തിയിൽ ചെറിയ തോതിൽ ഷെല്ലാക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. ഇന്ത്യയുടെ ഒരു മിന്നൽ ആക്രമണം ഉചിതമായ ഏതു നിമിഷവും പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ടെൻഷൻ, സംഘർഷം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.